अनशन तक कर लिया, 2 बार जिंदगी दाव पे लगा दी, कानून भी बनवा दिए तो कानून लागू नहीं होते। आई एम वेरी प्राउड ऑफ इट, क्योंकि मैंने शिद्दत के साथ मेहनत करी है और मैंने कभी भी कुछ गलत नहीं करा। बट अगर आप मुझसे कहेंगे कि आर यू हैप्पी स्वाति, अगर एक दूसरे के हाथ हमें बस पकड़े जा। നമസ്തേ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ റിജു കെയർ. ഇന്ന് നമ്മൾ ഒരു വാർത്ത കാണുകയുണ്ടായി. സ്വാതി മണിവാളിനെ ക്രൂരമായി മർദ്ദിച്ച് MP ആണ് പുള്ളിക്കാരത്തി. അത് AAPയുടെ MP ആണ്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പേഴ്സണൽ സെക്രട്ടറി ബൈദവ് കുമാറിൽ നിന്ന് ആം ആദ്മി പാർട്ടി രാജ്യസഭാംഗം സ്വാതി മലിവാൾ നേരിട്ടത് ക്രൂരമർദ്ദനമെന്ന പോലീസ് FIR. ബൈഭവ് കുമാർ 7 തവണ സ്വാതി മലിവാളിന്റെ കരണത്തടി, നെഞ്ചിലും വയറിലും ഇടുപ്പിലും ചവിട്ടിയെന്ന് FIRലുണ്ട്. കെജ്രിവാളിന്റെ വീട്ടുമുറ്റത്ത് തന്നെ കുറെ കരഞ്ഞുവെന്നും പോലീസ് നൽകിയ മൊഴിയിൽ സ്വാതി പറയുന്നു. സ്ത്രീത്വത്തിന്റെ അപമാനിക്കുന്ന ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതേസമയം പാർട്ടിയുടെ സ്ഥാപക നേതാവ് കൂടിയായ സ്വാതി മണിവാളിനെ തള്ളി ആം ആദ്മി പാർട്ടി രംഗത്ത്. ബൈദവ് കുമാർ മോശമായി പെരുമാറിയെന്നും കർശന നടപടി എടുക്കുമെന്നും ആദ്യം പ്രതികരിച്ച ഇന്നലെ സ്വാതി മണിവാളിന്റെ ആരോപണങ്ങൾ അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥനുമായി സ്വാതി തർക്കിക്കുക ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ പങ്കുവച്ചു. ദേശീയ വനിതാ കമ്മീഷന് മുന്നിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചിരുന്നെങ്കിലും ബൈദവ് കുമാർ ഇന്നലെ എത്തിയില്ല. പഞ്ചാബിലുള്ള ബൈദവ് കുമാർ മുൻകൂർ ജാമ്യത്തിനു വേണ്ടിയുള്ള നീക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച രാവിലെയാണോ കെജ്രിവാളിനെ സന്ദർശിക്കാൻ അദ്ദേഹത്തിന്റെ വസതിയിലെത്തിയ സ്വാതി മലിവാളിനെ കെജ്രിവാളിന്റെ വിശ്വസ്തനും പേഴ്സണൽ സെക്രട്ടറിയുമായ ബൈദവ് കുമാർ കൈയേറ്റം ചെയ്തത്. വിഷയത്തിൽ വ്യാഴാഴ്ചയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഇന്നലെ പോലീസ് നടപടി പുലർച്ചെ 4 മണിയോടെ ഡൽഹി എയിംസ് ആശുപത്രിയിൽ സ്വാതിയുടെ വൈദ്യപരിശോധനയും കൗൺസിലിംഗും പൂർത്തിയായി. പിന്നീട് തിസ്ഹാരി കോടതിയിൽ മജിസ്ട്രേറ്റിനു മുന്നിൽ മൊഴി രേഖപ്പെടുത്തി. വൈകിട്ട് മുഖ്യമന്ത്രിയുടെ വസതിയിലെത്തിച്ചു. സംഭവങ്ങൾ വീണ്ടും ചിത്രീകരിച്ചു. ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു. സ്വാതിയുടെ ആരോപണം അരവിന്ദ് കെജ്രിവാളിനെ കാത്തു സ്വീകരണ മുറിയിൽ ഇരിക്കുമ്പോൾ ഭൈരവ് കുമാർ അവിടേക്ക് വന്നു. വാക്കുതർക്കമുണ്ടായി. അയാൾ ഷർട്ട് കയറി പിടിച്ചു, തലമുടി ചുരുട്ടിപ്പിടിച്ചു, മേശയിലിടിച്ചു, സ്വീകരണ മുറിയിൽ വലിച്ചിഴച്ചു. സ്വാതിക്കെതിരെ വാർത്താ സമ്മേളനം നടത്തിയ AP മന്ത്രി അതിഷി പറഞ്ഞത് കെജ്രിവാളിനെ BJP നടത്തുന്ന ഗൂഢാലോചനയാണ് സംഭവത്തിന് പിന്നിൽ അനുമാനിക്കുന്നതായി. മുഖ്യമന്ത്രിയുടെ മുറിയിലേക്ക് അതിക്രമിച്ച് കിടക്കാൻ സ്വാതി AP പുറത്തുവിട്ട 52 സെക്കൻഡ് വീഡിയോയിലുള്ളത് താൻ പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ചിട്ടുണ്ടെന്നും അവർ എത്തുന്നതുവരെ കാത്തിരിക്കാമെന്നും സ്വാതി പറയുന്നു. കേൾക്കും എന്ന് ദേഹത്ത് തൊട്ടാൽ ജോലിയിൽ നിന്ന് പുറത്താക്കുമെന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥനോട് പറഞ്ഞത്. വീഡിയോയെക്കുറിച്ച് സ്വാതി ഒരു കാര്യവുമില്ല. വീഡിയോകൾ പങ്കുവച്ച് ചെയ്ത തെറ്റിൽ നിന്നും രക്ഷപ്പെടാനാണ് രാഷ്ട്രീയ വാടക കൊലയാളി കരുതുന്നത്. കെജ്രിവാളിന്റെ വീട്ടിലെത്തി മുറിയിലെയും CCTV പരിശോധന എല്ലാവർക്കും സത്യം ബോധ്യമാകും. രാഷ്ട്രീയ വിവാദം, മദ്യനയ കേസിൽ ഇടക്കാല ജാമ്യം ലഭിച്ച് ജയിലിൽ നിന്ന് പുറത്തെത്തിയ അരവിന്ദ് കെജ്രിവാളിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. സ്വാതിയുടെ ആരോപണങ്ങളെ ഇന്ത്യൻ സഖ്യത്തിന്റെ വനിതാ നേതാക്കൾ മൗനവ്രതത്തിലാണോ എന്ന് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ പരിഹസിച്ചു. ഫ്രണ്ട്സ്, ഞാൻ ഇതിനു മുമ്പ് ഇത് ചെയ്തിട്ടുണ്ട്. ഈ അരവിന്ദ് കെജ്രിവാൾ ഒരു ആട്ടുംതോലിട്ട ഒരു മനുഷ്യനാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു നിലയിൽ അദ്ദേഹം ജയിലിൽ ഇറങ്ങുകയും ഇതേപോലെ തന്നെ നമ്മുടെ മദ്യനയ കേസിൽ അകത്താകുകയും ചെയ്ത ഒരു സംഭവത്തെ കുറിച്ച് നമ്മൾ എല്ലാവരും നിരന്തരമായി ചർച്ച നടത്തുകയും ഞാൻ എൻ്റെ YouTube ചാനലിലൂടെ ഇത് പ്രതികരിക്കുകയും ചെയ്തതാണ്. അപ്പോഴാണ് ഒരു പാവം ഒരു സ്ത്രീനെ, സ്വാതി മണിവാളിനെ, ഞാൻ ഈ സ്വാതി മണിവാളിൻ്റെ ഒരു ആരാധകനാണ്. കാരണം ഞാൻ അവരെ അത്ര നല്ലൊരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു നേതാവായിട്ടാണ് എനിക്ക് നല്ല നേതാക്കന്മാർ വളരെ താല്പര്യം. ഇപ്പം ഞാനുള്ള കാര്യം പറയാം, മോദി, നരേന്ദ്രമോദി, അതേപോലെ അമിത്ഷാ, അതേപോലെ തന്നെ ഞാൻ പറയുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധി, കുഴപ്പമില്ല. അത് പാർട്ടികൾ പല വിധമാവും. പക്ഷെ അതേപോലെ തന്നെ ഒരു ഇതാണ് സ്വാതി മണിവാൾ. അതേപോലെ തന്നെ ഈ കെജ്രിവാളിനെ ഞാൻ പണ്ടേ തുടങ്ങി നോട്ടിട്ടാണ് ഇയാളുടെ അഭിനയമാണ്. ഇയാൾ അഭിനയ കുലപതി ഒന്നും ആവാന്നൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഇയാൾ അഭിനയം കാഴ്ചവെച്ചിട്ട് എന്താണ് ഇയാൾ നടത്തുന്നതെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇയാൾ ഭയങ്കര അഭിനയിച്ചുകൊണ്ട് ഇയാൾ മുന്നോട്ട് പോയി ഭയങ്കര സത്യസന്ധനായിട്ടാണ് കുറേ നാൾ അഭിനയിച്ചത്. ഇയാൾ ഈ IPS ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് വന്നത് ഈ പറഞ്ഞിരിക്കുന്ന മുഖ്യമന്ത്രി ആവാനും ഇയാൾക്ക് അധികാരമോഹം തലക്ക് പിടിച്ചുകൊണ്ട് പോലീസിനെ എല്ലാം കൺട്രോൾ ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി ആയതുകൊണ്ട് പ്രധാനമന്ത്രിയായി വെല്ലസി നാടൊക്കെ കുട്ടിച്ചോറാക്കാൻ വേണ്ടിയാണ് ഇയാൾ ഈ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇയാൾ ഈ പറഞ്ഞ പെണ്ണുങ്ങളെയൊക്കെ ഉപദ്രവിക്കുന്നത് എന്തിനാണ്? ഈ സ്വാതി മലിവാളിനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര നല്ലൊരു നേതാവാണ്. അവരൊക്കെ ഈ പറഞ്ഞ കൂട്ട് തന്നെ ആം ആദ്മി പാർട്ടിയുടെ തന്നെ ആദ്യം മുതലുള്ള ഒരു നേതാക്കളുടെ ഒരു വനിതാ സാന്നിധ്യത്തിൽ പവർഫുൾ നേതാവാണ്. കാരണം എനിക്ക് ഇവരോട് റെസ്പെക്റ്റ് കൂടുതലായി വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ അവരുടെ ഇൻസ്റ്റഗ്രാം ഇതെല്ലാം ഫോളോവേഴ്സാണ്, അതേപോലെ തന്നെ ഫേസ്ബുക്ക് ഫോളോവറാണ്.
അതേപോലെ തന്നെ ഞാൻ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇത് ചെയ്യുമ്പോൾ അവർ നമുക്ക് റിയാക്ഷൻ തരുന്നതും എല്ലാം നമ്മുടെ ആത്മാർത്ഥ ഒരു നേതാവിനുള്ള റെസ്പെക്റ്റ് എനിക്ക് അവരോടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ആം ആദ്മി പാർട്ടി. ഈ ആം ആദ്മി പാർട്ടി എന്ന് പറഞ്ഞപ്പോൾ ഡൽഹിയിലോട് എടുത്തിരിക്കുന്ന ഒരു പാർട്ടിയാണ്. ജനങ്ങളുടെ മുമ്പിൽ ക്ലീൻ ഇമേജ് നടത്തി കഴിഞ്ഞപ്പോൾ ഇയാൾ അഭിനയിച്ച് കാണിച്ചപ്പോൾ ജനങ്ങൾ കൊടുത്ത ഒരു അധികാരമാണ് മുഖ്യമന്ത്രി കസേര. അല്ലാണ്ട് കെജ്രിവാളിന് ഇത്ര വലിയ പവറൊന്നും ഇവിടെയൊന്നുമില്ല. അതേപോലെ തന്നെ കെജ്രിവാളിനൊക്കെ ഞങ്ങൾ ആദ്യം ഒരു റെസ്പെക്ട് ചെയ്തിരുന്നു, നല്ലൊരു നേതാവാണെന്ന്. ഇപ്പം മനസ്സിലായി വെറും ലോകോത്തര ഫ്രോഡ് കളി പോലെയാണ് അദ്ദേഹം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അത് ഇത് വരുന്നത് ചരിത്രം തിരുത്തിക്കൊണ്ട് വേണം മുന്നോട്ട് പോകുന്നുള്ള ഒരു ഇതുണ്ട്. ചരിത്രം അത് എന്തായാലും തിരുത്തും. ഇങ്ങനെയുള്ള നേതാവിനെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, കുറുക്കൻ ഓൾ ഇടൂലേ, ഈ കുറുക്കൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതുങ്ങിയിരിക്കും, എന്നിട്ട് ഒരു വേഷം മാറി അടക്കും. ലാസ്റ്റ് ഒരു ഇത് വന്നു കഴിയുമ്പോൾ അയാൾ ഓളിടും. ഇതേപോലെ നമ്മൾ നേതാക്കന്മാരെ പലരും കണ്ടിട്ടുണ്ട്, കോൺഗ്രസ്സിൽ തന്നെ പലതും. അപ്പം അതുകൊണ്ട് ഈ കെജ്രിവാളിനെ കുറിച്ച് എനിക്ക് അത്ര വലിയ അഭിപ്രായമൊന്നുമില്ല. പെണ്ണിനെ നിങ്ങൾ ആക്രമിക്കുക, ഒരു MP ആയാലും എന്തായാലും അതൊക്കെ വളരെ മോശമായ പരിപാടിയാണ്. ആണത്തത്തിനെതിരെ തൻ്റെ സെക്രട്ടറിനെയൊക്കെ നിയന്ത്രിക്കാൻ താൻ തന്നെയാണ് അവിടെ നിന്നുള്ള നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്, അടിച്ചിരിക്കുന്നത്. അല്ലാണ്ടൊന്നും ഒരു സെക്രട്ടറി ഒന്നും കയറി ഒരു ലേഡീനെ ഒന്നും കയറി കൈവയ്ക്കുന്നില്ല. നമ്മളൊക്കെ ഈ രാഷ്ട്രീയം കാണുന്നതും പല ഇതും ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഫ്രോഡുകളൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് മറ്റുള്ള ജനങ്ങൾ വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചാനൽ എല്ലാവരും നല്ല രീതിയിൽ സബ്സ്ക്രൈബ്. I just want to say that we have 365 days in every year. If every day also we do one thing which is for other people's benefit and just keep ourselves aside,